നമസ്തേ. വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ-ഹോസ്റ്റ് മധുസൂദനൻ TP. ഇന്ന് ഡബിൾ ബാരൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ഷന് മുമ്പ് വോട്ടർമാർക്കിടയിൽ ചില കൺഫ്യൂഷൻ ഉണ്ടാക്കി ഇലക്ഷൻ ഫലത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ചില റൂമേഴ്സും അങ്ങനെയൊക്കെ നടന്ന് അതിൻ്റെ ഒരു ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലെനിക്ക് കുറച്ച് ചെറിയൊരു ചരിത്രം പറയേണ്ടി വരും. 2002 അവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ 2002 ഫെബ്രുവരി മാർച്ചിലായി നടന്ന കലാപം ശരിക്കും അദ്ദേഹം നേരിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിരന്തരം ആരോപണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം 8 മാസം മുമ്പ് തന്നെ ഇലക്ഷൻ ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഇലക്ഷൻ വളരെ രസകരമായിരുന്നു. നരേന്ദ്രമോദി പുതിയൊരു ചീഫ് മിനിസ്റ്റർ ചാർജ് എടുത്തിട്ട് 1 വർഷം ആയിരുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അന്ന് ചില നാഷണൽ മാഗസിൻസ് ഇലക്ഷൻ സർവേ നടത്തുകയുണ്ടായി. അതില് ഇന്ത്യ ടുഡേയും ഔട്ട്ലുക്കും ഒരു പ്രീപോൾ സർവേ അവർ കൊണ്ടുവന്നു. അതിൽ ഇന്ത്യ ടുഡേ BJP ജയിക്കും എന്ന് പറഞ്ഞു. പക്ഷേ BJPയുടെ സ്കെയിൽ ഓഫ് വിക്ടറി, അതായത് BJP 127 സീറ്റാണ് ആ ഇലക്ഷനിൽ ജയിച്ചത്. അതിനു മുമ്പ് 117 സീറ്റായിരുന്നു. 10 സീറ്റ് കൂടുതൽ കിട്ടി. ഭൂരിപക്ഷം ഏകദേശം 50% അടുത്ത്, 49, അതും മുമ്പുള്ളതിനേക്കാളും കൂടുതൽ. കോൺഗ്രസിന് 51 സീറ്റാണ് അന്ന് കിട്ടിയത്. അപ്പൊ അന്ന് ഔട്ട്ലുക്ക് അപ്പോഴേക്കും ഒരു മോദിയുടെ ദയനീയമായ പരാജയം ആണ് അവരുടെ സർവേയിൽ കൊടുത്തത്. പിന്നീട് ഈ നാഷണൽ വിമൻസ് പ്രസ് കോറിന്റെ ഒരു ഫംഗ്ഷനില് ഡൽഹിയിലെ വലിയ വലിയ എഡിറ്റേഴ്സ് എല്ലാവരും ബാക്കി ജേർണലിസ്റ്റുകൾ എല്ലാവരും കൂടി ഇതിനെ ഒന്ന് വിലയിരുത്തുകയുണ്ടായി. പൊളിറ്റിക്കൽ എഡിറ്റർ ആയിരുന്ന ഡോക്ടർ ഹരീഷ് ഖരെ അങ്ങേര് ഒരു കാര്യം പറഞ്ഞു. അങ്ങേര് പറഞ്ഞു, മീഡിയ ഇപ്പോൾ ഒരു സർവേ തെറ്റായി വന്നു വെച്ചിട്ട് മീഡിയയെ കുറ്റപ്പെടുത്താനൊന്നും ആവില്ല. പക്ഷേ മീഡിയയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ സ്ഥിരമായി തെറ്റുക എന്നുള്ളത് മീഡിയയുടെ ഒരു സ്വഭാവമായിട്ട് മാറുകയാണെന്ന് അങ്ങേര് അതും പറഞ്ഞു വെച്ചു. പിന്നെ സ്വപൻ ദാസ്ഗുപ്ത എന്ന് പറയുന്ന സീനിയർ എഡിറ്റർ പറഞ്ഞു, നമ്മളിൽ പലരും പ്രൊഫഷണൽ അല്ലാതെ പെരുമാറി, റിപ്പോർട്ടുകളിലും എല്ലാം പ്രതിഫലിച്ചു. അത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബർക്കാദത്ത്, അന്ന് NDTVയുടെ സീനിയർ എഡിറ്റർ, ബർക്കാദത്ത് എന്താണ് പറഞ്ഞു വെച്ചാല്, ഗുജറാത്തിലെ ജനങ്ങളുടെ വികാരം നാഷണൽ മീഡിയ മനസ്സിലാക്കിയില്ല, അതൊരു ഏറ്റുപറച്ചിലായിരുന്നു. അപ്പൊ അന്ന് മോദി ഹാഡ് ദ ലാസ്റ്റ് ലാഫ്. അങ്ങേര് തന്നെയാണ് സുഖമായിട്ട് ഇലക്ഷൻ ജയിച്ച് മുഖ്യമന്ത്രിയായിട്ട്. അന്ന് മുതൽ പിന്നെ ആ ജൈത്രയാത്ര ഇന്നും തുടരുകയാണ്. അപ്പൊ ഈ മോദിയുടെ കേസില് 2002 മുതൽ തന്നെ ഈ പ്രവചനങ്ങളെ അദ്ദേഹം ചെയ്യുമായിരുന്നു. അതിന്നും തുടരുന്നു. പിന്നെ നമുക്ക് നോക്കാനുള്ളത് 2014 ഇലക്ഷൻ മോദിയെ BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ഒരു 2012 മുതൽ ഏകദേശം മീഡിയയിലുള്ള പലർക്കും ഒരു ഐഡിയ കിട്ടിയിരുന്നു, ഇങ്ങനെ നരേന്ദ്രമോദി അധിക വർഷം അടുത്ത പ്രധാനമന്ത്രി ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി കൊണ്ട് BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടില്ല എന്ന് ഒരു ദ ഹിന്ദു പത്രത്തില് അന്നത്തെ എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്ന N. റാം എഴുതിയ ഒരു ആർട്ടിക്കിൾ. അദ്ദേഹം എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും BJPക്ക് ഇന്ത്യയിൽ ഒറ്റയ്ക്ക് ഒരു കേവല ഭൂരിപക്ഷം പോലും കിട്ടില്ല എന്ന് പറഞ്ഞു വെച്ചു. അതുപോലെ പല എഡിറ്റർമാരും ജേർണലിസ്റ്റുകളൊക്കെ പറഞ്ഞു. പക്ഷെ ഇലക്ഷന്റെ ഫലം വന്നപ്പോ BJPക്ക് 272 അല്ല 282 സീറ്റാണ് കിട്ടിയത്. 31% കൂടുതൽ വോട്ട്
കിട്ടി. അപ്പൊ പിന്നെ കുറച്ചു കാലം എല്ലാരും പറഞ്ഞു നടന്നു ഇങ്ങനെ 69% ആൾക്കാർ നിങ്ങൾക്ക് എതിരായിരുന്നു എന്നൊക്കെ ആ രീതിയിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ 2000 അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എന്തോ ഈ ചില അറിഞ്ഞോ അറിയാതെയോ മീഡിയ അതിന് തലവെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ. മോദി ജയിച്ചു, 5 വർഷം ഭരിച്ചു. 2019 ഈ ബാലാക്കോട്ടും അങ്ങനത്തെ എല്ലാം ഉണ്ടായിട്ട് ഹോൾ നമ്മുടെ മുഴുവൻ ദേശത്തും ഒരു ഭയങ്കര ഒരു ഭയങ്കര ദേശഭക്തിയും അങ്ങനെയുള്ള ഒരു വികാരം ഉള്ളപ്പോ പോലും നമ്മുടെ കേരളത്തിലേക്ക് പല മീഡിയ ഹൗസുകളും ചെയ്തൊരു സംഗതി, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വന്നു. അത് കുറെ ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് സൗത്തിൽ കുറെ വോട്ടർമാരൊക്കെ സ്വാധീനിച്ചു. ഹിന്ദി ബെൽറ്റിലോ നോർത്തിലോ ഒന്നും അതിന്റെ യാതൊരു ഇതിന് അവര് ചെവി കൊടുത്തില്ല. പിന്നെ അതിൽ വേറെ രസം എന്തായെന്ന് വെച്ചാല്, ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്, ഏതോ ഒരു ഇതിൽ വായിച്ചിട്ടുള്ള, ഈ ഏതോ ഒരു കോൺഗ്രസിന് വേണ്ടിയിട്ട് ഈ പ്രീ പോൾ സർവേ ചെയ്യുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു. ഇയാള് ശരിക്ക് രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് പിടിപ്പിച്ചത് 160 മുതൽ 200 സീറ്റ് ഉറപ്പാണ് കോൺഗ്രസിന്. പിന്നെ ബാക്കി അണികളൊക്കെ ഉണ്ടല്ലോ, ബി ജെ പിയെ പുറത്തു നിർത്താൻ വേണ്ടി അവരെല്ലാരും കൂടെ നിങ്ങൾക്ക് അടുത്ത പ്രധാനമന്ത്രി ആകാനുള്ള എല്ലാ ചാൻസ് ക്യാമ്പയിനിങ് ഒക്കെ ചെയ്തത്. പിന്നീടാണ് അത് മനസ്സിലായത്, ഈ സർവേക്കാരൻ ഇലക്ഷന്റെ ഫലം വന്ന ദിവസം ഒരു 35 ലക്ഷം ഉൾപ്പെടെ ബില്ലും കൊടുത്തിട്ട് മൂപ്പരെ പിന്നെ ആരും കണ്ടിട്ടില്ല കോൺഗ്രസ് AICC ആസ്ഥാനത്ത്. ഇയാളെ ചിലര് പറയുന്നത് ബി ജെ പിയിലെ വളരെ ഉന്നതനായ ഒരു നേതാവ് പ്ലാൻ ചെയ്തതെന്നാണ്. അപ്പൊ ആ സർവേ വിശ്വസിച്ചിട്ടാണ് രാഹുൽ ഗാന്ധിയും ബാക്കി ഈ അവരുടെ മറ്റേ മാധ്യമ സുഹൃത്തുക്കളും എല്ലാരും കൂടി ചാടി വീണിട്ട് 2019. ഇനിയിപ്പോ നമ്മൾ 2024 വന്നാല് 2024 കാര്യം ഇതൊന്നുമല്ല. ആദ്യത്തെ ഫേസ് വരെയൊക്കെ എല്ലാം ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇതൊന്നുമില്ല, മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ഒക്കെ കുറവാണ്. കുറെ എന്തൊക്കെയോ ഈ മറ്റേ ഡീപ് ഫേക്ക് പോലത്തെ സാധനങ്ങൾ എല്ലാ പാർട്ടികളും പടച്ചു വിടുന്നുണ്ട്. പക്ഷെ അത് കഴിയുന്നിടത്തോളമൊക്കെ അത് ഇന്റർനെറ്റിൽ നിന്ന് നീക്കുന്നുണ്ട്. ഇപ്പൊ എന്താ വെച്ചാല്, മോദി എന്തുകൊണ്ട് ആദ്യത്തെ ഫേസിൽ പറഞ്ഞ ആ ക്യാമ്പയിൻ 400 പാർ എന്നത് ഇപ്പൊ പറയുന്നില്ല? അതിനെ പിടിച്ചോണ്ട് പിന്നെ അതുപോലെ തന്നെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഫസ്റ്റ് ഫേസിൽ, ഇതിനെ ചോട് പിടിച്ചോണ്ട് BJPക്ക് ആകെ പേടി വന്നിരിക്കുന്നു. റിസർവേഷനെതിരെ ഭയങ്കര ആഞ്ഞടിക്കുന്നു, ചില പ്രത്യേക സമുദായങ്ങളെ എടുത്തു പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഗതി വന്നിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുമ്പോൾ 7 ഫേസിൽ നടക്കുന്ന ഒരു ഇലക്ഷനിൽ മോദി തീർച്ചയായിട്ടും ഇതിനു മുമ്പുള്ള ഇലക്ഷൻ അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ നോക്കിയാലും നമുക്ക് കാണാം, അദ്ദേഹം ഓരോ സ്ഥലത്തിന് യോജിച്ച തരത്തിൽ ഒരു തീം ഉണ്ടാവും. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി വേറെ പല ഇതിങ്ങനെ ടോപ്പിക്സ് മാറിക്കൊണ്ടിരിക്കും. ഇത് ആദ്യമായിട്ടൊന്നല്ല. ഇതിപ്പോ അതിനെ പറഞ്ഞുകൊണ്ട് BJP തോൽക്കാൻ പോവാണ്, BJPക്ക് 200 കിട്ടില്ല എന്നൊക്കെയാണ് ഓരോ കോൺഗ്രസ് നേതാക്കന്മാർ അടിച്ചുവിടുന്നത്. അപ്പൊ ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു വളരെ ഇങ്ങനെ ഒരു എല്ലാ ഇലക്ഷന് മുമ്പും ഇതുപോലെ ഇങ്ങനെ BJP തോൽക്കും, മോദി പരിഭ്രമിച്ചിട്ട് നടക്കുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷെ അദ്ദേഹം ഇപ്പോ ഒട്ടനവധി മീഡിയ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലും ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന പേടിച്ചിട്ട് മൂപ്പര് മീഡിയയൊക്കെ എല്ലാരെയും വിളിച്ചിട്ട് ഇന്റർവ്യൂ കൊടുക്കും. അങ്ങനെയൊന്നല്ല, ഇതൊക്കെ നല്ല ആദ്യമേ തീരുമാനിച്ചിട്ട് അത് വേണ്ടമാതിരി കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലമായിട്ട് നടന്ന, അതായത് മോദി പ്രധാനമന്ത്രി ആയിട്ട് ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് സംഗതി ഇതാണ്. ഒരു ഡെലിബറേറ്റ് ആയിട്ട് ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ, ആകപ്പാടെ വോട്ടർമാരെ ഒന്ന് വഴിതെറ്റിച്ചു വിടാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തി നോക്കുക. വോട്ടർമാർക്ക് അതിലേറെ ബുദ്ധി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മധുസൂദൻ എന്ത് പറയുന്നു? നിങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ വെച്ചിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു തമാശ തന്നെയാണ് ഇന്ന് നടക്കുന്നത്. BJP എന്നൊക്കെ പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന് എല്ലാ തരത്തിലുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളും വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിലെ കുറെ പത്രങ്ങൾ,
വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇതിന്റെ മുമ്പ് നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ 2014 അങ്ങനെ സംഭവിച്ചു, 2019 സംഭവിച്ചു. അത് കഴിഞ്ഞിന്ന് 2024 അതേ സംഗതി തന്നെ സംഭവം. അതിലും കുറച്ചുകൂടി അതിഗംഭീരമായ ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യ രാജ്യത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു എന്തുകൊണ്ട് അവർ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് ആലോചിച്ചാൽ ഒരു ഐഡിയ കിട്ടില്ല. കാരണം ഒരു പത്രം കൂടി അല്ലെങ്കിൽ ഒരു മാധ്യമം ചിന്തിക്കേണ്ടത് രാജ്യത്തിന്റെ പുരോഗമനം, രാജ്യത്തിന്റെ പുരോഗമനത്തെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. ആ സമയത്ത് രാജ്യത്തിനെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ 60 വർഷത്തോളം രാജ്യം ഭരിച്ച് കുട്ടിച്ചോറാക്കിയ ഒരു പ്രസ്ഥാനത്തിനെ വീണ്ടും പൊന്തിച്ചു കൊണ്ടുവരാൻ വേണ്ടി ജനാധിപത്യത്തിന്റെ ധ്വംസനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഇവർ തന്നെ ഭരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാജ്യത്തിനെ വീണ്ടും പടുകുഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുക. ഇതിൽ ചില പത്രങ്ങളൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് വരെ വലിയൊരു പങ്ക് വഹിച്ച പ്രസ്ഥാനമൊക്കെയാണ് ചില മാധ്യമങ്ങൾ. നമ്മളെ കേരളത്തിലുള്ളതൊക്കെ ചില മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ്. ആ മാധ്യമങ്ങൾ വരെ ഇന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ ചിത്രീകരിക്കുന്നത്. അത് എവിടെ നിന്നോ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ഫണ്ടിങ് കൊണ്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് വരെ നമുക്ക് ചിന്തിച്ചു പോകും, തോന്നിപ്പോകും. എന്തിനു വേണ്ടി ഇവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ 2014 മുതൽ കുത്തഴിഞ്ഞു കിടക്കുന്ന എല്ലാ മേഖലകളിലും ഒന്നുമില്ലാതെ പൂജ്യം സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക്, നരേന്ദ്രമോദിയുടെ കൈകളിലേക്ക് വരികയും അദ്ദേഹം അത് വളരെ സുന്ദരമായി പ്ലാൻ ചെയ്ത് ഓരോ ഭാഗമായിട്ട് പിന്നെ അതിനെയൊക്കെ തുടച്ചു മിനുക്കി നന്നാക്കി സുന്ദരമാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് റോഡുകൾ ഇതൊക്കെ പിന്നെ ഇവിടെ നമ്മൾ സ്വപ്നം കാണാത്ത തരത്തിലാണ് ഇന്നുള്ളത്. ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തരത്തിൽ റെയിൽവേ എവിടെ എത്തി? അങ്ങനെ പിന്നെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത രീതി എവിടെ എത്തി? അദ്ദേഹം കക്കൂസും കുളിമുറി കക്കൂസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് തമാശയാക്കി നടന്നിരുന്നു. കേരളത്തിലുള്ളവർക്ക് അത് നടക്കാം. കാരണം നമ്മളെ വീട്ടിലൊക്കെ അത്യാവശ്യം കഞ്ഞി കുടിക്കുന്ന വീട്, ഇനി ഒന്നും ഇല്ലാത്തവന്റെ വീട്ടിലും ഒരു ബാത്റൂം ഉണ്ടാവും. കുറച്ചുള്ളവന്റെ വീട്ടിലാണെങ്കിൽ 4ഉം 5ഉം കക്കൂസും കുളിമുറിയ. അപ്പൊ അവരിതിന്റെ പ്രയാസം അറിയില്ല. അത്രയും കാലം ഇന്ത്യ രാജ്യം ഭരിച്ച കോൺഗ്രസ് പ്രസ്ഥാനം എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഒരു ബാത്റൂമിൽ പോകാനുള്ള ഒരു സൗകര്യം പോലും അടിസ്ഥാന വർഗക്കാരായ പല ആൾക്കാർക്കും ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരുന്നില്ലതാണ് ഉള്ളതൊരു സത്യമാണ്. മദിരാശിയിലേക്ക്, നമ്മളെ കേരളത്തിൽ നിന്ന് മദിരാശിയിലേക്ക് പോകുമ്പോ അതിന്റെയൊക്കെ ഒരു സീൻ പണ്ടുണ്ടായിരുന്നു. പണ്ട് നമ്മളെ മദ്രാസ് മെയില് ചെന്നൈയിൽ എത്തുന്ന സമയത്ത് 2 ഭാഗത്തേക്ക് മൂക്ക് പൊത്തിയിട്ടിരിക്കണം. ജനങ്ങൾ മുഖാമുഖം നോക്കിക്കൊണ്ട് വെളിക്കിരിക്കുന്നത് നമുക്ക് കാണാം. അതൊക്കെ ഒരു ഇന്ത്യ രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിൽ ഒരു ജനങ്ങൾ വന്ന് കാണുമ്പോ ഒന്ന് ആലോചിച്ചു നോക്കും. ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ പകല് സമയത്ത് സ്ത്രീകൾക്ക് ബാത്റൂമിൽ പോകാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. അതിനുവേണ്ടി രാവിലെ പുലർച്ചക്ക് പോയി കഴിഞ്ഞാല് രാത്രി വരെ കാത്തു നിൽക്കുകയാണ് ഒന്ന് പോകാൻ വേണ്ടി. അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള ഓരോ മാരകമായ രോഗങ്ങൾ വരെ അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാ പറയുന്നത്. കാരണം അഥവാ രാത്രി പോയി കഴിഞ്ഞാൽ വളരെ റൗഡികൾ, തെമ്മാടികളായ ആൾക്കാർ പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്ന ഒരു രീതി വരെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഗതികളിലൊക്കെ ഒരു വ്യത്യാസം ഈ രാജ്യത്ത് ഉണ്ടാകുകയാണ്. എന്ത് രീതി
നമ്മൾ ഇന്ന് ലോകത്തെ സാമ്പത്തികമായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇത് ഇനിയും 24-ൽ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ ഞാൻ അത് 3ാം സ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന് വേറൊരു രാജ്യത്തിന്റെ പാർലമെന്റിനകത്തിൽ നിന്ന് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടായ, തന്റെ ഇടമുണ്ടായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്കുള്ളത്. ആ പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മാധ്യമത്തിന്റെ മനസ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. ജനങ്ങളെ ഇടയിലേക്ക് കള്ളത്തരങ്ങൾ പടച്ചു വിട്ടുകൊണ്ട് ജനങ്ങൾക്ക് മാനസികമായി തകർക്കുന്ന തരത്തിൽ മുസ്ലിം സമുദായത്തിന് 2014 മുതൽ ഇന്ത്യ രാജ്യത്ത് എന്താണ് ഒരു മോശമായ അവരുടെ ജീവിത രീതിക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും ഒരു ഹിന്ദുവോ ഒരു മുസ്ലിമും തമ്മിലോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാവാം. അതില്ലാതെ ഒന്നും പറയുന്നില്ല. പക്ഷേ അതിനെയൊക്കെ കലാപമായി സൃഷ്ടിച്ചുകൊണ്ട് അതൊക്കെ മുസ്ലിമിനെതിരെ ഉള്ള ഒരു കലാപം സൃഷ്ടിക്കലാണെന്ന് പടച്ചു വിട്ടുകൊണ്ട് അവരെയൊക്കെ ഉപദ്രവിക്കുകയായിരുന്നു. വലിയ മഹാന്മാരെ, വലിയ നടന്മാര്, വലിയ വലിയ എഴുത്തുകാര്, കഥാകൃത്തുകള്, ഇവരൊക്കെ ഒരൊറ്റയൊരു കോക്കസ് ആയിക്കൊണ്ട് നരേന്ദ്രമോദിയെയും BJP സർക്കാരിനെയും ഇതിലുള്ള ഈ സർക്കാരിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ ഒരു കാര്യം ഇവരാരും പറഞ്ഞില്ല, ആ ഇരിക്കുന്നത് ഒരു സംഘപുത്രനാണെന്ന്. അദ്ദേഹം ഒരു സംഘടനയിൽ നിന്ന് അങ്ങനെ വളർന്നു വന്നതാണ്. നമ്മുടെ രാജ്യത്തുണ്ടായ പാർലമെന്റിൽ പഴയ കാലത്ത് ഒരു പാർലമെന്റിനെ പറ്റി ചിന്തിച്ചു നോക്കും. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു മന്ത്രിയെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഏതൊരാൾ, പ്രധാനമന്ത്രി മുതൽ അങ്ങ് താഴേക്കിടയിലുള്ള എല്ലാവരും അതായി. ഇന്ന് രാജ്യത്തിൽ താഴേക്കിടയിൽ ഇന്നും കൈക്കൂലിയുണ്ട്, അഴിമതിയുണ്ട്, എല്ലാം ഉണ്ട്. മുഴുവനായി തുടച്ചു നീക്കാൻ പറ്റില്ല എന്നല്ല, പറ്റും, പക്ഷെ കാലങ്ങൾ പിടിക്കും. കാരണം 60 വർഷം കൊണ്ട് തുരുമ്പ് പിടിച്ച് താറാണക്കല്ല് തോണ്ടിയ ഒരു സാധനത്തിനെ പോളിഷ് ചെയ്ത് മിനുസമാക്കി നല്ല സ്റ്റെയിൻലെസ് സ്വർണമാക്കി എടുക്കണമെങ്കിൽ വലിയൊരു എന്താ പറയുക, യജ്ഞം തന്നെയാണ്. ആ യജ്ഞമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് 24 മണിക്കൂറും ഇവര് മുഴുവൻ ഒത്തുചേർന്നുകൊണ്ട് ചീത്ത പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സങ്കടം തോന്നും. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയെ ഒരു ചെറിയ ചെക്കൻ വരെ വളരെ വൃത്തികേടായിട്ട് ചിത്രീകരിക്കുന്നു, പറയുന്നു. അല്ലേ? നമ്മൾക്കത് കാണുമ്പോൾ തന്നെ അത് രാജ്യത്തിനെ പുരോഗമനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളെയാണ് പറയുന്നത്. എന്തിനു വേണ്ടി? കക്കുന്ന കള്ളന്മാരായ, കൊള്ളക്കാരായ, നീചപ്രവർത്തികൾ മാത്രം ചെയ്തു നടക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ മൂലക്കായി എന്ന് പറയാം. പണ്ട് കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, എവിടെ നോക്കിയാലും ഈ ബോംബ് എവിടെ നിന്ന് പൊട്ടുമെന്ന് അറിയില്ലായിരുന്നു, അല്ലേ? ബോംബെയിലൊക്കെ ഒരു ട്രെയിനിൽ കയറി നമുക്ക് ഭയം തോന്നും. നമ്മൾ ഇരിക്കുന്ന ആരാണ്? അവൻ ബോംബായിട്ടാണോ ഇരിക്കുന്നത്? നമ്മളെ കൊല്ലാൻ വേണ്ടി ഇരിക്കുന്നതാണോ? അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഈ നാട്ടിലുണ്ടായി. ഇതിനു മുഴുവൻ 99.9% അറുതി വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു, അല്ലേ? ആ വൃത്തികെട്ട എലിമെന്റ്സിനെയും പിടിച്ച് അകത്താക്കാൻ പറ്റി. ഇനി അകത്താക്കിയില്ലെങ്കിലും ഇവരൊക്കെ ഭയത്തിലാണ് ഇന്ന് ഭയത്തിലാണ് ജീവിക്കുന്നത്. യാതൊരു സംശയവും ഇല്ല. ഇന്നത്തെ നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ റോ ആയാലും നമ്മളെ ഏത് ഇന്റലിജൻസ് വിങ് ആയാലും പഴയ 100ാം ക്ലാസ് അല്ല. വളരെ എഫിഷ്യന്റ് ആയിട്ട് നെഞ്ഞുയർത്തി നിൽക്കുന്ന ഒരു വലിയ ഒരു ഇന്റലിജൻസ് വിഭാഗം തന്നെ ഉള്ള ഒരു രാജ്യമാണിത്. അങ്ങനെയൊക്കെ രാജ്യത്തിന് ഡെയിലി പുരോഗമനത്തിൽ നിന്ന് പുരോഗമനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ആർമി ഒന്ന് ചിന്തിച്ചോ. നമ്മുടെ ആർമി ആ വിഭാഗത്തെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതും ഒരു
ഒരു നവോത്ഥാനം തന്നെയല്ലേ. പിന്നെ പണ്ട് അവിടെ എവിടെയോ കിടന്ന് മരിക്കുന്നവൻ അവിടെ കിടന്ന് മരിക്കുക, അവനെന്ന് വീട്ടിലെത്തിക്കുക. അപ്പൊ എനിക്ക് തോന്നി ഈ പത്രങ്ങൾക്കും ഇവർക്കൊക്കെ ഈ വൃത്തികെട്ട ഒരു ഭരണമാണ് വേണ്ടത്. ഇവർക്കൊക്കെ കക്കാനും നക്കാനും പറ്റിയ ഒരു ഭരണമാണ് ഇന്ത്യ രാജ്യത്ത് വേണ്ടത് എന്നുള്ളതാണ് എനിക്കിന്ന് തോന്നുന്നത്. അല്ലാതെ രാജ്യം നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ശരിയാണത്. ചില പിന്നെ മാധ്യമങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചിലത് തീർച്ചയായിട്ടും എണ്ണാൻ പറ്റുന്ന തരത്തിലുള്ളത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ചില മാധ്യമങ്ങളൊക്കെ ഉണ്ട്. പ്രാദേശിക മാധ്യമങ്ങളല്ലാത്തവര് അവരൊക്കെ വളരെ വ്യത്യാസമാണ് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവർ. ഇവര് വൈകുന്നേരം ഒരു അന്തിച്ചർച്ചയൊക്കെ ഉണ്ട്. ഈ അന്തിച്ചർച്ചയിലൊക്കെ രാജ്യത്തിന് എങ്ങനെ ഇട്ടിട്ട് അലക്കുക ചെയ്യും. അതിനു വേണ്ടി വന്നിരിക്കുന്ന കുറെ കോമരങ്ങളിൽ നിന്ന് തന്നെ ഞാൻ തുറന്ന് പറയുക, അവര് വന്നിരിക്കും. ഇരുന്നു കൊണ്ട് അവരോട് ചോദിക്കാനും മറ്റ് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നവന് സംസാരിക്കാൻ വരെയുള്ള ചാൻസ് ഇല്ല. അവന് സംസാരിക്കാൻ വരെ അവന്റെ വായ എല്ലാരും കൂടി അടച്ചു മൂടിക്കളയും. അവരെന്തിനെതിരെ പോയി ഇരിക്കുന്നു എന്ന് എനിക്ക് ചിലപ്പം തോന്നാറുണ്ട്. അതിൽ ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ വായ തുറന്ന അങ്ങനെ തന്നെ ആവട്ടോ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന ആൾക്കാർ. അല്ലാത്തവർ മുഴുവൻ അവിടെ പോയി വായ അടച്ച് ഒന്നിനും കൊള്ളാതെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന പോലെ ഒന്നും പറയാൻ പറ്റാറില്ല. എന്തിനങ്ങനെയുള്ളവർ അവിടെ പോയി ഇരിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രാജ്യത്തിന്റെ ഏതൊരു മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ കൃഷിക്കാരെ സംഗതി ഒന്ന് ആലോചിച്ച് നോക്കും. കൃഷിക്കാർക്ക് കീശയില് 6000 രൂപ എത്തുക. പണ്ടും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അവരെ കീശ കിട്ടാറില്ലത്. അത് അഗ്രികൾച്ചർ ആ വകുപ്പിൽ വന്ന് ഇവിടെ വന്ന് റവന്യൂവിന്റെ വകുപ്പിൽ വന്ന് അങ്ങനെയൊക്കെ ആയി അവരവരെ അടുത്തേക്ക് പോക്കറ്റിലിട്ടിട്ട് പോയിട്ട് ഇവര് 1000 500 കിട്ടിയാലായി. പക്ഷെ ഇന്ന് ഒരേ സമയം രാജ്യത്തുള്ള എല്ലാ കർഷകന്റെയും പോക്കറ്റില് 6000 രൂപ എത്തുന്നു. എന്തോ ആകട്ടെ, ആ ഒരു കാശ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വലിയ സംഗതിയല്ലേ. വളങ്ങൾക്കുള്ള സബ്സിഡി, ഇങ്ങനെ ഏതൊക്കെ മേഖലകളാണ് നമ്മൾ ഓരോന്ന് ചൂണ്ടിക്കാണിച്ച് പറയേണ്ടത്. എല്ലാ മേഖലകളിലും വളർന്ന് മുന്നോട്ട് പോവുകയാണ്. ഗ്രാഫ് എവിടെയും നമ്മൾ താഴോട്ടില്ല. മറ്റു രാജ്യത്തിലുള്ള ആൾക്കാർ വരെ എന്ന് പറയുമ്പോ പുളകം കൊള്ളുകയാണ്. അവരൊരു വികാരഭരിതരാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ഇന്ത്യയിലെ ചില എലിമെന്റ്സ് ചില ആൾക്കാർക്ക് മാത്രം ഇത് കണ്ടുകൂടാ, കുറെ കള്ളന്മാർക്ക് മാത്രം ഇത് കണ്ടുകൂടാ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നാടിനോട് എന്ന് സ്നേഹം വരും ഇവർക്ക് വരെ തോന്നിപ്പോകും. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിന് 10 വർഷത്തോളം അദ്ദേഹത്തിന്റെ എല്ലാ എബിലിറ്റിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനെ മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് മുമ്പിലേക്ക് ഇങ്ങനെ പറക്കുകയാണ്. ആ പറക്കുന്നതിനെ കുതിക്കുക. അതിനെ ആ കുതിപ്പിനെ കെട്ടിയിടാനാ നോക്കുന്നത്. ഈ മാധ്യമങ്ങൾ മുഴുവൻ കൂടെ നിന്ന് രാജ്യത്തിനെ നന്നാക്കാൻ നോക്കേണ്ടവരാണ്. കുറ്റങ്ങൾ പറയാം, ജനാധിപത്യത്തിൽ കുറ്റങ്ങൾ പറയണം, കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കണം. പക്ഷെ ചെയ്യുന്നതെല്ലാം കുറ്റമായി കാണുക എന്ന് പറഞ്ഞാല് അതൊരു തരം രോഗമാണ്. അപ്പോ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ കുതിപ്പ് അങ്ങോട്ട് സഹിക്കുന്നില്ല. പഴയ തരത്തില് ഈ പിച്ചച്ചട്ടിയുമായിട്ട് ഇങ്ങനെ പോയിരിക്കുന്ന രംഗം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പിച്ചച്ചട്ടിയായിട്ട് പോയിരിക്കുന്ന ആ ഒരു ഇതിലാണല്ലോ ഉണ്ടായിരുന്നത്. ഈ പിച്ചച്ചട്ടിയായി ഇരിക്കുന്നവരൊക്കെ അവരുടെ കീശ നിറച്ചിട്ടുണ്ട്. പാവപ്പെട്ടവനൊന്നുമില്ല, സാധാരണ. പക്ഷെ അവർ അവരുടെ കീശ നിറച്ചു, അവർ നന്നായി, അവർ സുഖിച്ചു ജീവിക്കുന്നു. ഇന്ന് ആ സാധനങ്ങൾ ഇങ്ങനെ കുറച്ച് തീരുമല്ലോ, എടുത്താൽ തീരാത്ത സാധനമൊന്നും ഇല്ലല്ലോ. ആ കട്ടത് മുഴുവൻ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമ്പോ
വീണ്ടും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയാണോ എന്ന് തോന്നുന്നു. അതിനുവേണ്ടി അതെ അതെ അതെ. മറ്റൊരു രാജ്യത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് സ്വന്തം രാജ്യത്തിനെ ഇല്ലാതാക്കുന്നത്. ഉം. മറ്റൊരു രാജ്യത്തിനെ കൂട്ടുപിടിച്ച് മറ്റു രാജ്യത്തിലില്ല പിന്നെ ചില എലിമെന്റ്സിനെ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ആ ഒരു എപ്പോഴും കേൾക്കാറുണ്ട്, സോറൻ, എന്താ അയാൾക്കൊക്കെ ജോർജ് സൊറോസിനെ പോലത്തെ ആളുകൾ. സെറോസ് ആ സെറോസിനൊക്കെ ഇന്ത്യയിലെ ജനാധിപത്യം ഇല്ല എന്നാ പറയുന്നത്. പുറം രാജ്യത്ത് എവിടെയോ നന്നാക്കാൻ വരികയാണ്. പുറം രാജ്യത്ത് എവിടെയോ കിടക്കുന്നേ ശ്വാസ അവസാനത്ത് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഓൻ ഇന്ത്യയുടെ ജനാധിപത്യത്തിനെയാണ് ആലോചിച്ച് വിഷമം കൊള്ളുന്നത്. അവന്റെ നാടിനെ പറ്റിയല്ല. ഈ പണം ചൊറിഞ്ഞിട്ടില്ല തകരാറാണ്. അപ്പൊ അങ്ങനെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഇവരാരും എന്ത് തന്നെ ചെയ്താലും എന്തൊക്കെ കളിച്ചാലും നരേന്ദ്രമോദിയെ തൊടാൻ പറ്റില്ല എന്നുള്ള കാര്യം ഒരു സത്യമാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയുടെ അതാന്ന് തോന്നുന്നു അവരെ TV പരിപാടിയില് ആ ജേർണലിസ്റ്റ്, എനിക്ക് ഈ പേരുകൾ എപ്പോഴും വന്നു, ആ ജേർണലിസ്റ്റിന്റെ പേരെന്താ? രാഹുൽ കന്നോൽ. യെസ്, അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് നല്ല രസമായിട്ട് തോന്നി. അതിലൊരു സീരിയസ് ആയിട്ടൊരു ഇതുമുണ്ട്. അപ്പൊ എല്ലാ പിന്നെ ജേർണലിസ്റ്റുകളും കൂടി ഇരിക്കുമ്പോ എന്തുകൊണ്ട് ഇന്ന് മോദി 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 എന്ന് പറയുന്ന ആ മുദ്രാവാക്യങ്ങളൊന്നും മുഴങ്ങി കേൾക്കുന്നില്ല, എന്തുകൊണ്ട് കുറെ സൈലന്റ് ആയി നിൽക്കുന്നു, എന്താണ് അതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അദ്ദേഹത്തിനോട് ഇതാക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു RSSന്റെ ഒരാളായിട്ട് ഇതിനൊക്കെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി വളരെ രസമായിരുന്നു. അത് ഞാൻ കേട്ടപ്പോ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞത് 2011 there was a lot of factor. പിന്നെ എന്താ, നമ്മുടെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി, കോൺഗ്രസിന്റെ ഭരണം, അഴിമതി, ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ആ 2014 ജയം കഴിഞ്ഞപ്പോ ജയിച്ച് പ്രധാനമന്ത്രിയായി അദ്ദേഹം വന്നു. അതോടുകൂടി ആദ്യമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ലേ ഭാര്യയും ഭർത്താവിന്റെ ഒരു ആദ്യത്തെ 5 വർഷം എന്നാ പറഞ്ഞത്, ഈ 2019 മുതലില്ല. ആ സമയത്ത് ഇങ്ങനെ അവരിങ്ങനെ സ്നേഹം മൂത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമം മൂത്തിട്ട് മൊടിയിൽ ഇങ്ങനെ അത് ഇതെന്ന് ഒക്കെ പറഞ്ഞ് ഭാര്യയും ഭർത്താവും പറയല്ലോ, നീയാണ് ഇത്, നിന്നെ കണ്ടാലും മതി, അത്രേ ഉള്ളൂ, നീ അത്രയും മനോഹരമാണ് എന്നൊക്കെ പറഞ്ഞ പ്രേമങ്ങളൊക്കെ ഉണ്ടാവും. അതായിരുന്നു മോഡി 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 എന്നുള്ള വിളി. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് പിന്നെ 2024 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ ഭാര്യയും ഭർത്താവും മെച്ചുവേർഡായി. അതായത് രാജ്യത്തിലെ ജനങ്ങളും പ്രധാനമന്ത്രിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കപ്പെട്ട് കഴിഞ്ഞു. അവരൊന്നാണ്. ഇനി അത് വിളിക്കേണ്ട മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഓരോ വീടുകളിൽ നിന്നുള്ള വോട്ട് അദ്ദേഹത്തിന് തന്നെയായെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഏറ്റവും എതിർത്തിരുന്ന കേരളത്തിൽ നിന്ന് വരെ വലിയൊരു ശതമാനം വോട്ട് നരേന്ദ്രമോദിക്കും BJPക്കും ഉണ്ടാകും. ഇനിയും സീറ്റുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിനും യാതൊരു സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും രാഹുൽ ഗാന്ധിയും കെജ്രിവാളും ഇങ്ങനെയുള്ള എല്ലാ കൂട്ടുകെട്ടുകളും ഇന്ന് മമത പറഞ്ഞു കേൾക്കുന്നത്, ഇത് ജയിച്ചു വന്നാലും ഞങ്ങളെ കൂടി ഉണ്ടാവില്ല, പുറത്തുനിന്ന് പിന്തുണ ഉണ്ടാവുള്ളൂ അല്ലേ, പുറത്തുനിന്ന് അതന്നെ തുടങ്ങി എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. ഇങ്ങനെയുള്ള ഈ അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടിനെ ആണ് ഈ ധർമ്മം ചെയ്ത് നടക്കുക എന്ന് പറയുന്ന ഈ മാധ്യമധർമ്മത്തിനെ പറ്റിയിട്ട് ഊക്കോട് കൂടിയൊക്കെ സംസാരിക്കുന്ന കുറെ ജേർണലിസ്റ്റ് വർഗമുണ്ട്. അവര് പിന്നെ ഊറ്റം കൊള്ളുന്നത്. അപ്പൊ നിങ്ങളും അത് പണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറയുമ്പോ എനിക്ക് വിഷമം തോന്നണ്ട അല്ലേ? ഞാൻ മാധ്യമക്കാരനല്ലാതായിട്ട് 11 കൊല്ലായി ഇപ്പൊ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് കുഴപ്പമില്ല, എന്ത് വേണേ പറഞ്ഞോ. രക്തത്തിന്റെ ഉള്ളിൽ മാധ്യമ രക്തമാണല്ലോ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഫാക്ട്സ് ആയിട്ട് പറയണല്ലോ. അതെ, അത് പറയാതിരിക്കാൻ പറ്റില്ല, അത് കാര്യം പറയണല്ലോ. അപ്പൊ അതുകൊണ്ട്
ഇതായാലും ഇതൊക്കെ ഉം. അതുകൊണ്ട് ഈ 2024 ഈ ക്ഷൂദ്രശക്തികൾ മുഴുവൻ തന്നെ അദ്ദേഹത്തിനെ എതിർക്കാനും തോൽപ്പിക്കാനും നോക്കിയാൽ അതിന് 100 മടങ്ങ് ശക്തിയോടുകൂടി അദ്ദേഹം വീണ്ടും ഭരണത്തിലേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കല്ല, രാജ്യത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും തോന്നുന്നത്. അദ്ദേഹത്തിന് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ഇത് കഴിഞ്ഞാൽ ഇനിയും വരും, യുഗങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇത് കഴിഞ്ഞാൽ ആര് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. ആള് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട്. പ്രശ്നമായിരിക്കില്ല. അയാളെ കൂടെ തന്നെ ആയിട്ട് പല ഭാഗത്തായിട്ട് കാണുന്നുണ്ട് പല മഹാന്മാരെയൊക്കെ. ആ മഹാന്മാരൊക്കെ കടന്നു വരും, രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകും. അതിനെക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ ഈ ഒരു കെട്ടുറപ്പിനെ പൊട്ടിച്ച് വലിച്ചെറിയാനൊന്നും ഈ കാണുന്ന മാധ്യമങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഏതായാലും ജൂൺ 4-ാം തീയതി ബാക്കി നമുക്ക് കാണാം. 400. പിന്നെ ഇവര് മുഴുവൻ ഇന്ന് ചോദിക്കുന്നത് എന്താണ് ഇദ്ദേഹത്തിന് പറ്റിപ്പോയത്? കഴിഞ്ഞ ഈ 2019 സമയത്തൊക്കെ ഉണ്ടായ ആ ഉഷാറില്ലല്ലോ. അതേമാതിരി ഈ 2024 ഒന്നാം ഘട്ടത്തിലുള്ള ഉഷാറ് 2-ാം ഘട്ടത്തിലില്ല. 1-ാം ഘട്ടത്തിൽ പറഞ്ഞ വാക്കുകളല്ല പറയുന്നത്, മാറി പറയും. 3-ാം ഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യാസമാകും. ആദ്യം പറഞ്ഞ 400 സീറ്റ് എന്നിപ്പോൾ പറയുന്നില്ല. ഭയം വന്നിരിക്കുകയാണ്, പേടിച്ചു വിറച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന് 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. മലയാള മാധ്യമങ്ങൾക്ക് അതൊരു തമാശയാണ്. നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, രാവും പകലും ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് അവർക്കൊരു സുഖമാണ്. പക്ഷെ എത്രത്തോളം അദ്ദേഹത്തിനെ അടിച്ചമർത്താൻ നോക്കുന്നു അത്രത്തോളം അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുമെന്നുള്ള കാര്യം ഇവർക്ക് ആരും ഒരു സംശയവും വേണ്ട. ഈ മാധ്യമങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള രാഷ്ട്രീയം പറയാൻ നടക്കുന്ന ആളാണോ അദ്ദേഹം? 1-ാം ഘട്ടത്തിൽ പറഞ്ഞത് തന്നെ അവസാന ഘട്ടം വരെ പറഞ്ഞു നടക്കുക വേണ്ടത്? സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് രാഷ്ട്രീയ ബുദ്ധിയില്ലവൻ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. ബുദ്ധിയില്ലാത്തവർ പറയുന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്പീച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരുടെയും ഓൾ ഇന്ത്യ ടെലികാസ്റ്റ് വരുന്നതാണ്. അപ്പൊ ഒരേ സാധനം പറയാൻ പറ്റില്ല. ഒരേ സാധനം ഇങ്ങനെ പറഞ്ഞു നടക്കുക. 400 സീറ്റ് 400 സീറ്റ് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ 400 വന്നു കഴിഞ്ഞ് പിന്നെ അത് പറയണോ? പിന്നെ അദ്ദേഹം മുസ്ലിങ്ങളെ മോശമായി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കുറെ ദിവസം നടന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നില്ല. അതിന്റെ അവസാനം ആദ്യം എടുത്തിട്ട് എവിടെയോ കൂട്ടിയിട്ട് ചേർത്തിട്ട് അങ്ങോട്ട് പറഞ്ഞു. കോൺഗ്രസ് പറഞ്ഞതാ കഴിഞ്ഞേ അദ്ദേഹം പറഞ്ഞുള്ളൂ, അല്ലാതെ വേറൊന്നും അയാൾ പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ വളരെ ബുദ്ധിയോടുകൂടി ആലോചിച്ച് പ്രസംഗിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഉള്ള ആ ഒരു എന്താ പറയണ്ട ശരീരമൊക്കെ ജനങ്ങളെ കയ്യിലെടുക്കുന്ന നരേന്ദ്രമോദിയെ തോപ്പിക്കാൻ 2 മൈക്കിന്റെ കുറ്റിയും എടുത്ത് നടന്നത് കൊണ്ടൊന്നും സംഗതി നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മളെ സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഇന്നത്തെ ഈ ദീർഘമായ ഇത് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ഇവരാരും വിചാരിച്ചാൽ ഇതൊന്നും അവസാനിക്കുകയാണ്. നമുക്കിവിടെ വെച്ച് പിന്നെ അതുകൊണ്ട് ഇന്നത്തെ ഈ ഡിബേറ്റ് ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളോട് ഞങ്ങൾ അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ എന്നും പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും ഒരു എപ്പിസോഡുമായി തിരിച്ചു വരുന്നത് വരെ നന്ദി, നമസ്തേ.